ദൈവനാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഇടർച്ച എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടർച്ച ക്രിസ്തീയ ജീവിതത്തിൽ ഒഴിവാക്കാൻ സാധിക്കാത്ത ഒരു കാര്യം തന്നെയാണ്. എന്നാൽ കർത്താവ് പ്രത്യക്ഷമാകുമ്പോൾ ഉണ്ടാകുന്ന ഇടർച്ചയെക്കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഇടറിയാൽ അധ്വാനിച്ചതും പ്രത്യാശ വച്ചിരിക്കുന്ന മുഴുവനും നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് വരുമെന്നുള്ളത് കൊണ്ട് ഈ കാര്യം നമ്മൾ ശ്രദ്ധയോടെ കരുതി നമ്മെ തന്നെ കർത്താവുമായി ചേർത്ത് ഉറപ്പിക്കുവാൻ ഇടവരണം. ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പഠിക്കുന്നത് റോമാലേഖനം 9-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യം. നീതിയുടെ പ്രമാണം പിന്തുടർന്ന ഇസ്രായേലോ ആ പ്രമാണത്തെങ്കിൽ എത്തിയില്ല. അതെന്തുകൊണ്ട്? വിശ്വാസത്താലല്ല, പ്രവൃത്തികളാൽ അന്വേഷിച്ചതുകൊണ്ട് തന്നെ അവർ ഇടർച്ചക്കല്ലിൽ തട്ടിയിടറി. വിശ്വാസത്തിൽ ഒരാൾ വിളിക്കപ്പെടുന്നതും കടന്നു വരുന്നതും പാപങ്ങൾ മോചിക്കുന്നതും പുതിയ സൃഷ്ടിയായിത്തീരുന്നതും ദൈവത്തിൻ്റെ മക്കളായിത്തീരുന്നതും ദൈവിക വളർച്ച പ്രാപിക്കുന്നതും എല്ലാം കൃപയാലാണ്. അത് കർത്താവ് തീമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല. യാതൊരു പ്രവൃത്തിയുടെയോ യാതൊരു ശ്രേഷ്ഠതയുടെയോ പ്രതിഫലമല്ല നമ്മൾ രക്ഷയിലേക്ക് വന്നതും കർത്താവിനെ കൈക്കൊണ്ടതും കർത്താവിനെ ധരിപ്പാൻ ഇടയായി തീർന്നതെല്ലാം കൃപയൊന്നു മാത്രമാണ്. കൃപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. ദാനമാണ്, അർഹിക്കാത്ത ദാനമാണ്, ഇതൊക്കെ നമ്മൾ പറയും. എന്നാൽ കൃപ എന്ന് പറഞ്ഞാൽ ഒരാൾ തെറ്റ് ചെയ്തെങ്കിൽ ആ തെറ്റിന് ക്ഷമിച്ച് വിട്ട്, അതും ശരിയാ, അത് ദയവ് കാണിച്ച്. വേറൊരാൾ തെറ്റ് ചെയ്തതിന് തക്ക ശിക്ഷ കൊടുക്കാതെ ഒരു ചെറിയ ശിക്ഷ കൊടുത്ത് വിട്ടു, അതും അവനോട് ദയ കാണിച്ചതിൻ്റെ. മറ്റൊരുത്തൻ അവന് ശാരീരികമായിട്ട് എന്തെങ്കിലും ദോഷം വന്നാൽ തന്നെയും അവൻ്റെ ജീവന് ദോഷം വരാത്ത രീതിയിൽ അവനെ ശിക്ഷിച്ചു. ഇങ്ങനെ വിവിധ തരത്തിലുള്ള ശിക്ഷയാണ്. എന്നാൽ മരണയോഗ്യമായ ഒരു തെറ്റ് ചെയ്തവൻ അവന് മരണശിക്ഷയാണ് കൊടുക്കേണ്ടത്. അവന് ഒരടി പോലും കൊടുക്കാതെ, ഒരു ശാസന പോലും ശാസിക്കാതെ അവൻ്റെ തെറ്റുകളെല്ലാം ക്ഷമിച്ചു എന്ന് മാത്രമല്ല, ഈ മരണയോഗ്യനായവന് നിത്യജീവൻ കൊടുക്കാൻ കർത്താവ് തീരുമാനിച്ചു. അപ്പോൾ ലഭിക്കേണ്ടത് മരണശിക്ഷ, ലഭിച്ചത് നിത്യജീവൻ. ഇതാണ് കൃപ. ഇതാണ് കൃപ. അതാണ് ഒരു മനുഷ്യന് ജീവിതത്തിൽ കൃപ എന്താണെന്ന് ഗ്രഹിച്ചിരിക്കണം എന്ന് പറയുന്നത്. നമ്മൾ പല വ്യാഖ്യാനങ്ങളും പറയും. ഈ പറഞ്ഞ വാക്കിനോട് ചേർത്ത് ദൈവത്തിൻ്റെ വചനവുമായി ചേർത്ത് പരിശോധിച്ച് നോക്കണം. അപ്പോൾ അറിയാം കൃപ എന്താണ്. അങ്ങനെ ലഭിക്കുന്ന കൃപ ഞാൻ എൻ്റെ പ്രവൃത്തി നിമിത്തമാണെന്ന് ആരെങ്കിലും ധരിച്ചാൽ, വിചാരിച്ചാൽ, പ്രശംസിച്ചാൽ ആ സമയത്ത് അവൻ വീണു. കർത്താവ് അത് വിളിക്കുമ്പോൾ മുതലേ ശ്രദ്ധിക്കും. കാരണം ഒരു മനുഷ്യനും ദൈവസന്നിധിയിൽ പ്രശംസിക്കാൻ പാടില്ല. ദൈവത്തിന് മുമ്പാകെ ആരും ഞാൻ അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, ഞാൻ അത്രയും ചെയ്തിട്ടുണ്ട്, ഇത്രയും ചെയ്തിട്ടുണ്ട്, ഇതൊന്നും പറയാൻ പാടില്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ, ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികളേറെ ഇല്ല, ബലവാന്മാർ ഏറെ ഇല്ല, കുലീനന്മാർ ഏറെ ഇല്ല. ബലമുള്ളതിനെ ലജ്ജിക്കുവാൻ ദൈവം ബലഹീനമായത് തിരഞ്ഞെടുത്തു.
ജ്ഞാനഹീനമായതിനെ ജ്ഞാനികളെ ലജ്ജിപ്പാൻ ജ്ഞാനഹീനമായത് തിരഞ്ഞെടുത്തു. കുലീനരെ ലജ്ജിപ്പാൻ കുലഹീനവും നികൃഷ്ടമായി തിരഞ്ഞെടുത്തു. പ്രശംസിക്കാനുള്ള എല്ലാ വഴികളും അടയ്ക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരുവനെ ഇസ്രായേലിനാക്കി തീർക്കുമ്പോൾ അവനുള്ള പ്രത്യേകതയാണ് പ്രശംസിക്കില്ല. ഒരിക്കലും ഇസ്രായേലിയൻ പ്രശംസിക്കില്ല. സാക്ഷാൽ ഇസ്രായേലിയൻ പ്രശംസിക്കില്ല. യാക്കോബ് ദൈവം അവനെ ഇസ്രായേലാക്കി. അവൻ്റെ ജീവിതത്തിൽ പ്രശംസിക്കില്ല. അവൻ എന്താണെന്നറിയാമോ? അവൻ യാതൊരു തരത്തിലും ഒരു കുറവുമില്ലാതിരിക്കുന്ന ഒരു സമയമുണ്ട്. അതായത് ജ്യേഷ്ഠാവകാശം കിട്ടി, സഹോദരനെ വഞ്ചിച്ചെടുത്ത്, അപ്പൻ്റെ അനുഗ്രഹം വഞ്ചിച്ചെടുത്ത്, അമ്മ അനുഗ്രഹിച്ച് പറഞ്ഞു വിട്ട്, അമ്മയ്യപ്പൻ്റെ ഭവനത്തിൽ ചെന്ന് അവൻ്റെ സ്വത്ത് മുഴുവനും കൈവശമാക്കി. അങ്ങനെ ദാസിമാരായി, ദാസന്മാരായി, പണമായി, ഭവനം അവനില്ലാത്തത് എന്താ? അത്ര വലിയൊരു കൂട്ടമായി, സമ്പത്ത് കൊണ്ട് നിറഞ്ഞ ഒരു മനുഷ്യനായി. പക്ഷെ അവൻ്റെ മുഖത്ത് വിഷാദം പോകുന്നില്ല, ദുഃഖം പോകുന്നില്ല. എന്തിനാ നീ ദുഃഖിക്കുന്നത്? എന്തിനാ ദുഃഖിക്കുന്നത്? ഇന്ന് ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് നിനക്ക് പ്രശംസിക്കാൻ എന്തെല്ലാം വകയുണ്ട്. 2 ഭാര്യമാരും അവരുടെ ദാസിമാരും മക്കളും എല്ലാം കൂടി നല്ലൊരു കൂട്ടം, വേലക്കാരും വേലക്കാരുമായി ഒരു കൂട്ടം, ആടുമാടുകളുടെ വലിയൊരു കൂട്ടം, മറ്റ് ജീവജന്തുക്കളുടെ വലിയൊരു കൂട്ടം, ഉപജീവനത്തിനും അപ്പുറമുള്ള വലിയൊരു കൂട്ടം. എന്തിനാ കുറവ്? ഒരു കുറവുമില്ല. പക്ഷെ നീങ്ങിപ്പോകുന്നില്ല, ദുഃഖം നീങ്ങിപ്പോകുന്നില്ല. കടവ് കടന്നു, എല്ലാവരെയും കടത്തി, ആരുമില്ല തൻ്റെ കൂടെ. അപ്പോഴൊരു ദൂതൻ വന്നു, കരഞ്ഞ് ദുഃഖം അണപൊട്ടി. എന്തിനാ നീ കരയണേ? എന്തിനാ കരയുന്നത്? അപ്പൻ അനുഗ്രഹിച്ചില്ലേ? അനുഗ്രഹിച്ചു. അമ്മ അനുഗ്രഹിച്ചില്ലേ? അനുഗ്രഹിച്ചു. ജ്യേഷ്ഠാവകാശം കിട്ടിയില്ലേ? കിട്ടി. പണം കിട്ടിയില്ലേ? പണം കിട്ടി. ഭാര്യമാരുണ്ടായില്ലേ? ഉണ്ടായി. മക്കളുണ്ടായില്ലേ? ഉണ്ടായി. എന്തിൻ്റെ കുറവ്? ഒന്നുമില്ല. പ്രശംസിക്കാൻ ഒന്നും അവനിലില്ല. വെറുതെയല്ല അവനെ ഇസ്രായേലിനാക്കിയത്. ദൈവം അവനെ ഇസ്രായേലിൻ എന്ന് വിളിച്ച് അവന് വേറൊരു പദവിയിലേക്ക് കൊണ്ടുവന്നത് വെറുതെയല്ല. നേരം വെളുക്കുവോളം അവൻ കരഞ്ഞു, മല്ല് പിടിച്ചു. നേരം വെളുക്കാറായപ്പോൾ ദൂതൻ പറഞ്ഞു, എനിക്ക് പോകണം, എന്നെ വിട്. കാരണം ഇവനിങ്ങനെ കരഞ്ഞോണ്ട് നിൽക്കുമ്പോൾ പോകാൻ പറ്റില്ല. യാക്കോബ് പറഞ്ഞു, നീ എന്നെ അനുഗ്രഹിച്ചിട്ടില്ലാതെ ഞാൻ നിന്നെ വിടില്ല. ഈ കണ്ണുനീര് നിൽക്കണമെങ്കിൽ നീ എന്നെ അനുഗ്രഹിക്കണം. കാരണം പുറകോട്ട് നോക്കുമ്പോൾ, എന്നെ നോക്കുമ്പോൾ, ലോക മനുഷ്യൻ നോക്കുമ്പോൾ ഒന്നിനും കുറവില്ലാത്തൊരു മനുഷ്യൻ, ബഹുസമ്പന്നൻ, എല്ലാം ഉള്ളവൻ. എന്നാൽ ഞാൻ നോക്കുമ്പോഴോ ഒന്നുമില്ലാത്തവൻ. സഹോദരനെ പറ്റിച്ച് ജ്യേഷ്ഠാവകാശം എടുത്തു, അപ്പനെ പറ്റിച്ച് അനുഗ്രഹം പ്രാപിച്ചു, അമ്മ സൂത്രം പറഞ്ഞു തന്ന് അമ്മാവൻ്റെ ഭവനത്തിൽ വിട്ടു, അമ്മാവൻ്റെ ഭവനത്തിൽ സൂത്രം കാണിച്ച് അമ്മാവൻ്റെ സ്വത്തുക്കൾ കൈവശമാക്കി. എല്ലാം എല്ലാം എല്ലാം. എന്നിട്ട് ഇന്ന് ഞാൻ ബഹുസമ്പന്നനായി. ബാക്കി ആര് സമ്മതിച്ചാലും യാക്കോബിൻ്റെ മനസാക്ഷി സമ്മതിക്കണ്ടേ? ബാക്കി ആര് സമ്മതിക്കുന്നതിനേക്കാൾ കൂടുതലാണ് സ്വന്തം ഹൃദയം സമ്മതിക്കുന്നത്. സമ്മതിക്കുന്നില്ല. ദൂതൻ ആ ഹൃദയാവസ്ഥ മനസ്സിലാക്കി അനുഗ്രഹിച്ചു. നീ ദൈവത്തെയും മനുഷ്യനെയും ജയിക്കുന്ന അവസ്ഥ നിനക്കുണ്ടായി. അതുകൊണ്ട് ഇനിമേൽ നിന്റെ പേർ യാക്കോബ് എന്നല്ല, ഇസ്രായേൽ എന്നായിരിക്കും. ആ ഇസ്രായേലിൻ്റെ പദവിയാണ് നമ്മൾ ഫിലിപ്പിയ ലേഖനത്തിൽ വായിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും
ജഡത്തിൽ പ്രശംസിക്കാതിരിക്കുകയും ക്രിസ്തുവിൽ മാത്രം പ്രശംസിക്കുകയും ചെയ്യുന്ന നാം അത്രേ പരിച്ഛേദനക്കാർ. നാമാണ് സാക്ഷാൽ ഇസ്രായേലിയർ. ആ പദവിയാണ് യാക്കോബിനുള്ളത്. അവൻ എന്തുണ്ടായിരുന്നാലും അവനെ പ്രശംസിപ്പാനില്ല. കാരണം അവൻ സാക്ഷാൽ ഇസ്രായേലിനാണ്. ഇന്ന് ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, ഒരു മനുഷ്യനും ദൈവത്തിന് മുമ്പാകെ പ്രശംസിപ്പാൻ ദൈവം അനുവദിച്ചിട്ടില്ല. എല്ലാവർക്കും ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, കൃപ, കൃപ. എന്നാൽ വിശ്വാസത്തിൽ വന്ന്, കൃപയാൽ വിശ്വാസത്തിൽ വന്നതിന് ശേഷം അനേക മനുഷ്യർ ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ ചെയ്യും. പള്ളിക്ക് പള്ളി വെച്ച് കൊടുക്കുക, പള്ളിക്ക് സംഭാവന കൊടുക്കുക, ദാനം ചെയ്യുക, സഹോദരങ്ങൾക്ക് വേണ്ടി വലിയവ ചെയ്യുക. ഇങ്ങനെ ദൈവസഭയ്ക്ക് കർത്താവിൻ്റെ നാമത്തിൽ അനവധി കാര്യങ്ങളെല്ലാം അങ്ങ് ചെയ്യും. ഇത് ചെയ്തു കഴിയുമ്പോൾ താനെ അനുഗ്രഹങ്ങൾ വരും. സാമ്പത്തിക അനുഗ്രഹം വരും, മറ്റ് ഭൗതിക അനുഗ്രഹങ്ങൾ വരും. നല്ല സന്തോഷവും സമാധാനവും ആശ്വാസമൊക്കെ കിട്ടും. പക്ഷേ കർത്താവിൻ്റെ വചനം പറയുന്നത്, നിങ്ങൾ വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും കർത്താവിൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല ദൈവം. നിങ്ങൾ ഭൗതികമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ദൈവം മറന്നു കളയുകയില്ല. അതുകൊണ്ട് നിങ്ങൾ കർത്താവിൻ്റെ അടുക്കൽ സ്വർഗത്തിൽ പോകാമെന്ന് വിചാരിച്ചാൽ തെറ്റി. ഇസ്രായേൽ വീണത് അങ്ങനെയാണ്. പഴയ നിയമം ഇസ്രായേൽ പെട്ടുപോയത് അങ്ങനെയാണ്. പിന്നെയോ, നിങ്ങൾ ഈ സ്ഥാനത്തേക്ക് വന്നത് കൃപയാൽ ഒന്ന് മാത്രമാണ്. ഇന്ന് നിങ്ങൾ ഈ സ്ഥാനത്ത് നിൽക്കുന്നത് കൃപയാൽ ഒന്ന് മാത്രമാണ്. മാത്രമല്ല, നാളെ കർത്താവ് ഇങ്ങോട്ട് വരാൻ പോവുക. ആ സമയത്ത് കർത്താവിൻ്റെതായി തീരുന്നത് കൃപയാൽ മാത്രമാണ്. നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരു പ്രവൃത്തി ആ കൃപ പ്രാപിപ്പാൻ തക്കവണ്ണം പര്യാപ്തമല്ല. അതിന് പ്രാപ്തിയില്ല. ഇത് വിട്ട് പ്രവൃത്തിയിൽ ആശ്രയിക്കുന്നവനാണ്. ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി എന്തെല്ലാം ചെയ്തവനാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തോ. പക്ഷെ എത്തിയോ എവിടെയെങ്കിലും എത്തിയോ? ഇല്ല, എങ്ങും എത്തിയില്ല. അതുകൊണ്ട് നമ്മൾ പത്രോസിൻ്റെ ലേഖനം 1 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ, ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവീൻ. കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾക്ക് കർത്താവിൻ്റെ പക്ഷക്കാരായി ചേർന്ന് അവകാശം ലഭിക്കുന്നത് അതും കൃപയായിട്ടാണ്. ആ കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊണ്ട്, ഞാൻ ചെയ്ത പ്രവൃത്തി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് അതിന് അവൻ ചെയ്യുന്ന ഈ കാര്യങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന നന്മകൾക്കൊത്തവണ്ണം പ്രവർത്തിക്കാനുള്ള കഴിവൊന്നും നമുക്കില്ല. നമ്മൾ എന്തെല്ലാം പ്രവർത്തിച്ചാലും, അതാ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, എപ്പോഴും ഏത് വലിയ പ്രവൃത്തി ചെയ്താലും നിങ്ങൾ പറഞ്ഞേക്കണം, ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ, ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്നങ്ങ് പറഞ്ഞേക്കണം. എപ്പോഴും ഓർത്തു കൊള്ളണം. കാരണം ഇല്ല എങ്കിൽ പ്രവൃത്തിയാൽ അന്വേഷിച്ചതുകൊണ്ട് ഇസ്രായേൽ ജനം ഇടർച്ചക്കല്ലിൽ തട്ടി ഇടറിയതുപോലെ ഇന്ന് കൃപ പ്രാപിപ്പാൻ കർത്താവ് വിളിച്ചു വരുത്തിയ ജനം അവർ ചെയ്ത പ്രവൃത്തിയിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുമ്പോൾ ഇസ്രായേലിന് പറ്റിയ അതേ അബദ്ധം, ഇടർച്ച ഇന്ന് ദൈവത്തിൻ്റെ ജനത്തിന് വരാൻ പോവുകയാണ്. പലരുടെയും ഉള്ളിലുള്ള ഒരു പ്രാഗൽഭ്യമുണ്ട്. കർത്താവ് വരുമ്പോൾ എന്നെ അങ്ങനെ കൈവിട്ട് കളയില്ല. കാരണം അത്രമാത്രം ഞാൻ അധ്വാനിച്ചതാണ്. അതങ്ങ് മാറ്റിവെക്കണം. വചനം പറയുന്നത് ഇച്ഛിക്കുന്നവനാലല്ല, ഓടുന്നവനാലുമല്ല, കരുണ തോന്നുന്നത് ദൈവത്താൽ അത്രയും സകലവും സാധിക്കും.
ഒരുപാട് ആഗ്രഹിച്ചത് കൊണ്ടോ ഇപ്പം ഇങ്ങ് വന്നു കഴിഞ്ഞാൽ ഞാനങ്ങ് പോകുന്നോ, ഞാൻ ഓടിയത് പ്രാപിക്കാമെന്ന് അധ്വാനിച്ചാലോ ഒന്നും സാധിക്കില്ല. കരുണ തോന്നിയാൽ അത് സാധിക്കും. എനിക്ക് മനസ്സുള്ളവനോട് കരുണ തോന്നും, എനിക്ക് മനസ്സുള്ളവനെ ഞാൻ കഠിനനാക്കുന്നു. കൃപയുടെ ആഴം കിടക്കുന്നത് കണ്ടോ, കൃപയുടെ ആഴം. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും കർത്താവിൻ്റെ അടുക്കൽ വന്നതിന് ശേഷം ഒരുപാട് നന്മ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചിന്തിക്കേണ്ടത് എന്താ? അതാണ് നമ്മൾ റോമാലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ, എന്നാൽ പ്രവർത്തിക്കുന്നതിന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല കടമായിട്ടത്. ഒരു മനുഷ്യൻ വിശ്വാസത്തിൽ കൃപയാൽ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിച്ചു. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ സുവിശേഷം അറിയിച്ചു, അനേകർക്ക് വേണ്ടി ഇടിവിൽ നിന്നു, പ്രാർത്ഥിച്ചു, ഉപവസിച്ചു, ജാഗരിച്ചു, എല്ലാം ചെയ്തു. അതെല്ലാം അവൻ്റെ പേരിലുള്ള അക്കൗണ്ടിലേക്ക് കണക്കിട്ടു. കടം. അവന് ധാരാളം കാര്യങ്ങൾ പ്രവർത്തിച്ചവനാണ്. അപ്പോസ്തലനായ പൗലോസ് ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിച്ചവനാണ്. അവന് സ്വർഗം കടപ്പെട്ടിരിക്കുന്നു. ആ കടം ദൈവം തീർക്കും. ആ കടം ദൈവം തീർക്കും. ഞാൻ ഇത്രയും പ്രവർത്തിച്ചുകൊണ്ട് കൃപ കിട്ടണമെന്ന് പറഞ്ഞാൽ ഈ പ്രവർത്തിച്ചതും കൃപയും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഈ പ്രവർത്തിച്ചതും കൃപയും തമ്മിൽ മുല്ലപ്പൂ മാല കൊടുത്തേച്ച് സ്വർണ്ണമാല ചോദിക്കുന്നത് പോലെയാണ്. മുല്ലപ്പൂവിൻ്റെ മാല ഇത് കൊടുത്ത് സ്വർണ്ണമാലയ്ക്ക് മാറ്റം തരണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? നടക്കില്ല. കാരണം ആ സ്വർണത്തിൻ്റെ ഒരു തരിമ്പ് ഒന്നുരച്ചാൽ കിട്ടുന്നത് കൊണ്ട് ഇതുപോലത്തെ 1000 മുല്ലപ്പൂമാല മേടിക്കാം. ഇതുപോലെയാണ് കൃപയും മനുഷ്യൻ്റെ പ്രവൃത്തിയും തമ്മിൽ ബന്ധം. ഞാൻ ആ വാക്യം നമ്മൾ ഒന്നുകൂടി ഓർക്കണം. എന്തെന്നാൽ ദൈവം നിങ്ങൾ എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം, ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. നിങ്ങൾ ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്. വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നു, കർത്താവിൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹം, ഇതൊന്നും മറന്നു കളയില്ല. കണക്കെഴുതിയിട്ടുണ്ട്. ഇതൊക്കെ കടമാണ്. ആ കടം ദൈവം വീട്ടും. പക്ഷെ അതല്ല. പിന്നെയോ, എന്നാൽ നിങ്ങൾ ഓരോരുത്തൻ പ്രത്യാശയുടെ പൂർണ്ണനിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പ്രത്യാശ എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല. നീ അധ്വാനിച്ച് അത് നേടാം എന്ന് വിചാരിക്കണ്ട. ആദ്യം നമ്മൾ പറഞ്ഞ പോലെ മുല്ലപ്പൂമാല 10 കൊടുത്തതിന് ശേഷം ഒരു സ്വർണ്ണമാല മേടിക്കാം എന്ന് ചിന്തിക്കുന്ന പോഷത്വമാണത്. ഒരിക്കലും കൃപ പ്രവൃത്തിയാലോ പ്രവൃത്തി ഫലത്താലോ കിട്ടുന്നതല്ല. കൃപ പ്രാപിപ്പാൻ തക്കവണ്ണം ഉള്ള ധനം ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ്റെ കയ്യിലും ഇല്ല. കാരണം ആദ്യം നമ്മൾ ഗ്രഹിച്ചതുപോലെ മരണശിക്ഷയ്ക്ക് വിധിച്ച് കൊല്ലണ്ടവനെ ഒരു വഴക്ക് പോലും പറയാതെ നിത്യജീവന്റെ വാഗ്ദത്തം കൊടുത്ത ആ മഹാ പ്രവർത്തനമാണ് കൃപ. അതിനെ ഏതിനോട് ഉപമിക്കും? ഏതിനോട് താരതമ്യപ്പെടുത്തും? അതിനെ ഏതിനോടെങ്കിലും പെടുത്തിയാൽ അവൻ്റെ ഹൃദയം കൊണ്ട് അവൻ വീണു. ഒരിക്കലും സാധ്യമല്ല. പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് കടമായിട്ടിട്ടതിന് ശേഷം തക്ക സമയത്ത് ആ കടം കർത്താവ് വീട്ടും. അതിന് പകരം കൃപ മേടിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട. കൃപയെന്ന് പറയുന്നത് അവസാനം കർത്താവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ ഓട്ടവും അധ്വാനവും എല്ലാം കഴിഞ്ഞു നിൽക്കുന്ന ദൈവത്തിൻ്റെ ജനം തങ്ങളുടെ യാതൊരു തരത്തിലുള്ള ശ്രേഷ്ഠതയും ആ കൃപ പ്രാപിപ്പാൻ തക്കവണ്ണം പ്രാപ്തമല്ല. പിന്നെയോ അവിടെയും കൃപയൊന്നു മാത്രമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ
ഇന്ന് ദൈവത്തിൻ്റെ സഭയെ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത് ആ ദിവസം കർത്താവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ പ്രവർത്തിയാൽ അന്വേഷിച്ച് ഇടറിയ ഇസ്രായേലിനെ പോലെ ഞാൻ ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്, കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതൊന്നും പ്രാഗൽഭ്യമായി കരുതാതെ കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവൻ ഇടറിപ്പോകാതെ അത് പ്രാപിക്കും. പ്രവൃത്തിയുടെ പ്രാഗൽഭ്യം വെച്ചുകൊണ്ടിരിക്കുന്നവനോ ഇടറിപ്പോകും. ഇടറിപ്പോകാതിരിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കുമേ മുന്നമേ ബുദ്ധി പറഞ്ഞു തന്നിരിക്കുന്നു. ഇടറാതിരിക്കുക, പ്രവൃത്തിയാലല്ല, പിന്നെയോ കൃപയാൽ കരുണ തോന്നുന്ന ദൈവത്താൽ, അവൻ നൽകുന്ന കൃപയാൽ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.